എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്നേ ദിവസങ്ങളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥ നോട്ടുകളെ വെല്ലുന്ന 500 രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉയർന്ന നിലവാരത്തിലുള്ള കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. യഥാർത്ഥ നോട്ടുകളുമായി വലിയ സാമ്യം കള്ളനോട്ടുകൾക്കുണ്ട്. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ പേര് എഴുതിയതിൽ യഥാർത്ഥ നോട്ടുകളുമായി ചില വ്യത്യാസങ്ങളുണ്ട്. റിസർവ് ബാങ്ക് എന്ന് എഴുതിയതിൽ ഇ എന്ന അക്ഷരത്തിന് പകരം എ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ്, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും വിവരം കൈമാറിയിട്ടുണ്ട്. നോട്ടിലെ അക്ഷരത്തെറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ളതാണെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളും ഇതേക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായിട്ടുള്ള നോട്ടുകൾ കണ്ടാൽ ഉടൻ അധികൃതരെ വിവരമറിയിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ വർഷം 1 ലക്ഷത്തിന് മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ലൈഫ് സ്കീമുമായിട്ടൊക്കെ സഹകരിച്ചാണ് 4 ലക്ഷം രൂപ ലഭിക്കുന്ന രീതിയിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി നടപ്പിലാക്കുന്നത്. വിവിധ മേഖലകളിൽ ഇപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫോമുകൾ ലഭ്യമാണ്. നമ്മുടെ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങളും എത്തിച്ചേരുന്നുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഈ അറിയിപ്പ് ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാധിക്കുന്നതാണ്. എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ അപേക്ഷകൾ തുടങ്ങിയിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആശ്വാസ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. തൊഴിലുറപ്പ് വേതന കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് കേന്ദ്രം അനുവദിച്ചിരിക്കുകയാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലെ 14 ലക്ഷത്തിലധികം തൊഴിലാളികൾ കഴിഞ്ഞ മാർച്ച് 31 വരെ നടത്തിയ 3 കോടി അധിക തൊഴിൽ ദിനങ്ങൾക്കുള്ള തുകയായിട്ട് 985 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തെ വേതനത്തിനായിട്ടുള്ള ആദ്യ ഗഡുവായി 96 കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായുള്ള വേതനം 346 രൂപയിൽ നിന്ന് 369 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഗ്രാമവികസനത്തിനും പഞ്ചായത്ത് രാജിനുമായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യാപകമായിട്ട് കൊഴിഞ്ഞു പോകുന്നത് തടയുവാനായിട്ട് മിനിമം വേതനം 400 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 100-ൽ നിന്ന് 150 ആക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിച്ചാൽ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അത്തരമൊരു ആശ്വാസമായിരിക്കും. എന്തായാലും കേന്ദ്രം ഇപ്പോൾ വേതന കുടിശ്ശിക നൽകുവാനായി 985 കോടി രൂപ നൽകിയിരിക്കുകയാണ്. അതിനാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അക്കൗണ്ടുകളിലേക്ക് ഉടൻ തന്നെ കുടിശ്ശിക തുക എത്തിച്ചേരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാനും കൂടി ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.